ഹലോ ഗായ്സ്, അപ്പോൾ ഇതാ മോർണിംഗ് ആണ്. സോ 6 മണി ആയിട്ടുണ്ട്. അപ്പം എൻ്റെ ഇപ്പോഴത്തെ ഷിഫ്റ്റൊക്കെ മോർണിംഗ് ആണ്. അപ്പം ഞാൻ രാവിലെ ഇത് എണീച്ച് നമ്മൾ ഫ്രഷ് ആവുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളമൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ നല്ല ചൂട് വെള്ളം, തുളസിയൊക്കെ ഇട്ടിട്ടുള്ള വെള്ളമാണ്. സോ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം എന്താ പുറത്ത് വന്നപ്പോൾ ഇങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് കഴിച്ച് ഇങ്ങനെ ഷെഡവിടേന്ന് എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. കാരണം 5 മിനിറ്റ് കൊണ്ട് കഴിക്കണം, എന്നിട്ട് പോകണം. അതൊക്കെ കഴിഞ്ഞത് രാവിലെ തന്നെ കൊണ്ടാക്കുകയാണ്. അപ്പം രാവിലെ കൊണ്ടാക്കുകയാണ് ലാബിലേക്ക്. നല്ല തണുപ്പൊക്കെ ആയിരുന്നു, നല്ലൊരു ക്ലൈമറ്റാണ്. അതൊക്കെ കഴിഞ്ഞ് 3 മണിയായപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഐസ്ക്രീം കഴിക്കാൻ തോന്നിയിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ രാത്രിയായപ്പോൾ നമ്മൾ എപ്പോഴും സിനിമയോ അല്ലെങ്കിൽ സീരീസ് എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ അതിന് വേണ്ടി അതൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ മൂവിയൊക്കെ കാണുകയാണ്. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. സോ നമ്മൾ എഗെയിൻ ഒരു 3 മണിയായപ്പം ലാബിൽ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. സോ ജസ്റ്റ് നല്ല ചൂടൊക്കെ ഉണ്ടായിട്ട് തണുത്ത് അത് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി വരുന്ന നെക്സ്റ്റ് ഡേയിലേക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ചിക്കൻ ഇവിടെ ഒരു അൽഫാം പോലെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ ഒന്നിങ്ങനെ ഫ്ലാറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായിട്ട് അതിനിടയിൽ കട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് മസാല ഒക്കെ സെറ്റാക്കിയിട്ട് വെക്കുകയുള്ളൂ ഫ്രിഡ്ജിൽ. അത് കഴിഞ്ഞിട്ട് നമുക്കിനി സിനിമയ്ക്ക് പോകാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഷെഡവിടേന്ന് വന്നിട്ട് അതൊക്കെ സെറ്റ് ചെയ്യാണ്. ഒക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്തെല്ലാം വെച്ചതിന് ശേഷം പെട്ടെന്ന് റെഡിയായിട്ട് നമ്മളിതാ മൂവിക്ക് പോവാണ്. മാർക്കോ മൂവി കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടി കയറി. അങ്ങനെ നമ്മളിതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. സോ നമ്മൾ പെട്ടെന്ന് കഴിച്ചു. ഇത് നെക്സ്റ്റ് ഡേ ആയി, കുറച്ച് ഡേയ്സ് ഒന്നിച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നത്. അപ്പോൾ ഈ ദിവസം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ തലേ ദിവസം. അപ്പോൾ ആ ഒരു അൽഫാം നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രിയായപ്പോൾ നമ്മളിത് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഫസ്റ്റ് തന്നെ ഞാൻ ഓവനിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എത്രത്തോളം അത് വർക്ക് ആവുമെന്നുള്ളത് അറിയാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി. പിന്നെ നമ്മൾ ഈ ബാക്കിയുള്ളത് പാനിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഇതിൽ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓവനിൽ വെച്ചപ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ ഗ്രില്ല് ചെയ്ത് കിട്ടിയ പോലെ തോന്നി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നോൺ സ്റ്റിക്കിലെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിത് നോൺ സ്റ്റിക്കിലേക്ക് പിന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒന്നിതായി വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു സോസ് ഉണ്ടല്ലോ, പെരി പെരി ചിക്കൻ അൽഫാമിൻ്റെ അതിൻ്റെ സോസ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളിതിൻ്റെ മേലെ അപ്ലൈ ചെയ്തിട്ട് പിന്നെയും ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട്, പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഏതാണ്ട് ഇങ്ങനെ നമുക്കായിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ ചപ്പാത്തിയും പിന്നെ ഗുബൂസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ വെച്ച് കഴിച്ചു. പിന്നെ അഗൈൻ നമ്മൾ മൂവി ടൈം ആയിട്ടുണ്ട്. ഇത് പിന്നെ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ ആയപ്പം രാവിലെ ഞാൻ റെഡി ആയിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ ഉത്സവമൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ കുറച്ച് കമ്മലും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ അമ്മയ്ക്കും അനിയത്തിക്കും എനിക്കും പിന്നെ ഇവിടുത്തെ അമ്മയ്ക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ജസ്റ്റ് അതിങ്ങനെ കാണിച്ചു തരായിരുന്നു ഓരോന്ന്. ഇത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് അതുപോലെ തന്നെ അനിയത്തിക്ക് വാങ്ങിച്ചിട്ടുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ആ ഡേ എൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. സോ അതുകൊണ്ട് എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ. അപ്പോൾ ഈ കമ്മലും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ലാബിലേക്ക് പോന്നു. സെയിം റൂട്ടീൻ തന്നെയാണ് കേട്ടോ. കാണുന്നവർക്കും മടുപ്പ് വരുന്നുണ്ടാവും. സോ ഇന്ന് ഉത്സവമൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഫുൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അതായത് 12 മണി തൊട്ട് 8 മണി വരെ ആയിരുന്നു. അപ്പം നമ്മൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഇവിടെ ഇരിക്കും. ഇങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു ലൈറ്റൊക്കെ കാണാൻ വേണ്ടി. അപ്പം തിരിച്ച് പോകാനായി 8 മണി ആയിട്ടുണ്ട്. അപ്പം തിരിച്ചിനി വീട്ടിലേക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ന് കുറച്ച്
എല്ലാം മടക്കി വെക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു, കുറച്ചുണ്ടായിരുന്നു എനിക്ക് മടക്കി വെക്കാനൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്ത് അങ്ങനെ അതൊക്കെ കംപ്ലീറ്റ് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെന്താ ജസ്റ്റ് നമ്മുടെ ഡിന്നറും കാര്യങ്ങളൊക്കെ ചപ്പാത്തിയും ചിക്കൻ കറി അതൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് എൻ്റെ ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതായത് ഞാൻ പൊതുവേ മുമ്പൊക്കെ എപ്പോഴും ത്രെഡിങ് ആയിരുന്നു ചെയ്യാറ്. പക്ഷേ ഇപ്പം എനിക്ക് ത്രെഡ് ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഷേവിങ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് സിസേഴ്സ് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യും. അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് പിന്നെ എൻ്റെ ഫേസ് ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്യണം തോന്നി. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇതുണ്ടല്ലോ മസാജർ പോലത്തെ സംഭവം, അത് വെച്ചിട്ട് ഞാൻ ഫേസ് വാഷ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഫേസിലിങ്ങനെ ഇതാക്കിയെടുക്കുകയാണ്. അപ്പം പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഡേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയിട്ട് നമ്മുടെ ഫേസ് ഭയങ്കര സോഫ്റ്റായി നിൽക്കും. അപ്പം സ്ക്രബ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ആക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ അങ്ങ് ചെയ്യും. അപ്പോൾ അതൊക്കെ ചെയ്തു. നമ്മുടെ പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. സോ അത്രയേ ഉള്ളൂ. അപ്പം ബൈ.